ഹലോ ഗായ്സ്, എന്തായാലും മക്കളെ ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ ഭയങ്കര കഠിനം തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത് ആ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഈ മരത്തണലുകൾ കുറച്ച് ആശ്വാസം നൽകി. പിന്നെ തന്നത് ഈ ബസ്സാണ് കേട്ടോ. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. അവിടെ പൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നത് ഒരു കടേൻ്റെ സൈഡിൽ കയറി നിന്ന്. പിന്നെ അടുത്ത ബസ് വന്നപ്പോൾ ചാടി കയറി ഇതാ സീറ്റൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. സൈഡിൽ ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. സൂര്യനിതാ കത്തി ജ്വലിച്ച് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ 1 മണി 2 മണി 3 മണി സമയത്തൊന്നും ആരും പുറത്തിറങ്ങാതെ നിൽക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും അങ്ങോട്ട് എത്തി. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ. സൂര്യൻ എൻ്റെ പുറകെ തന്നെ ഉണ്ട്, വേറെ എങ്ങും പോയിട്ടില്ല. ഈ സമയത്ത് പണിയൊക്കെ ചെയ്യുന്നവരെ ഞാൻ നമിച്ചു പോവാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഈ വെയിലുള്ളുന്നത്. വീട്ടിലെത്തിയോണ്ട് ഫാനിട്ട് ഒറ്റ കിടത്താം. മോളൂസും ഇവിടെ കിടപ്പുണ്ട്. അവൾ എക്സാം കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ടുവന്ന് ക്ഷീണിച്ച് കിടക്കാണ് കേട്ടോ. അപ്പം വെയിൽ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നാൽ ഓക്കെ, ബൈ.